ഹലോ ഫ്രണ്ട്സ്, ടോണിസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ബ്രിസ്റ്റോളിലാണ്. ബ്രിസ്റ്റോളിൽ ഞാൻ അക്വേറിയം കാണാനാണ് വന്നേക്കണേ. അടിപൊളി ഒരു അക്വേറിയം കേട്ടോ. ഇവിടെ ലണ്ടനിൽ അത്ര വലുതല്ല, എന്നാലും ലണ്ടനിൽ ഞാൻ ബ്രിസ്റ്റോൾ വന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണാൻ കയറിയതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കണേ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് നമ്മളിവിടെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കയറി വരുന്നിടത്തിനായിട്ട് ഒരു വലിയതായിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വലിയ മീനുകളാണ്. ഇതിനകത്ത് വലിയ മീനുകളാണ് മൊത്തം. ഭയങ്കര വലിയ മീനാണ്. നമുക്ക് കാണുമ്പോൾ ഇതുണ്ടോ, എന്തോരം ഉണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കര വലിയ മീനാട്ടോ. കാരണം അകലെ കണ്ടോ, ഇത്രയും വലിയ മീനുകളാണ്. ഇതിൻ്റെ അടിയിലൊക്കെ മീൻ കിടക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ അടുത്ത് നമ്മൾ ജെല്ലി ഫിഷാണ് കണ്ടോ വന്നേക്കണേ. ഇവിടെ ജെല്ലി ഫിഷ് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇതത്ര വലിയതൊന്നുമല്ല, ചെറുതായിട്ടൊരു സെറ്റപ്പിൻ്റെ അത് സെറ്റ് ചെയ്തെങ്ങനെയാണ് ഉണ്ടോ ജെല്ലി ഫിഷ്. ഇതിൻ്റെ ലൈറ്റ് അനുസരിച്ച് നമ്മുടെ കളറുകൾ ചേഞ്ച് ചെയ്ത് വരുന്നതുണ്ടോ. ഇവിടെ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇവിടെ അലൗഡ് അല്ല കേട്ടോ. നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇവിടുത്തെ ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. ലോബ്സ്റ്റർ നിങ്ങൾ എവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലെവിടെയാണെന്നറിയാം. കണ്ടോ, കണ്ടോ, കാല് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കേട്ടോ. കണ്ടോ, ഇത് പുറത്തേക്ക് വന്നിട്ടില്ല. പുറമത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. വലിയ സാധനം കേട്ടോ, മത്തിയതാണ്. നമുക്ക് അടുത്ത് വേറെ നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കയറിയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ എന്നാ കുക്കോ, നമ്മൾ കാണുന്ന കുക്കോ കേട്ടോ. കുക്കോ എന്താണെന്ന് നോക്കാം. എനിക്കറിയില്ല അതാണ് സംഭവം. ഇതാട്ടോ കുക്കോ. കണ്ടോ, ക്രാബുണ്ട്. സ്കേറ്റ്, കുറേ സംഭവങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ ഫിഷ് കണ്ടോ, സ്റ്റാർ ഫിഷിനെ കണ്ടോ, അടിപൊളിയല്ലേ. ഇന്നത്തെ ചെറിയ മീനുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാട്ടോ. ഇത് നമ്മൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ. ഇനി നമ്മൾ ഇവിടെ കുറേ ഫിഷിൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബേ ഓഫ് റൈസ്, ഇതുണ്ട് നോക്കാം. ഇവിടെ ഉണ്ടോ നോക്കട്ടെ. മരം കണ്ടോ, കയ്യെ കിട്ടിയാൽ സെറ്റപ്പായിരിക്കും. ഇപ്പോൾ അതേ ഫുഡ് കൊടുക്കുന്ന ടൈമാട്ടോ. നമുക്ക് ഫുഡ് കൊടുക്കണം കാണാം. So we're going to feed our rays here now, as well as all these fish, which get very excited. Yeah. They all are here. Hey, you feed കൊടുക്കുന്നുണ്ട്. Thank you. So that's the food for the mullets, which are the little stripy silvery ones. They'll eat anything, so we give them a bit of a mixture every day. But mainly in the wild, they'll scrape away on the rocks and eat the algae, green slimy stuff that grows there. And then the smell of the fish's food will attract the rays over, like this one here. Hello, mate. This one's called ravioli. He's my favourite.
Ravioli is a North Atlantic stingray. He's nearly 20 years old, so he's quite old. Oh, Full of razor carnivores. We feed them on, today we've got some pieces of mackerel, some bits of prawn, some razor clam and mussels. But they'll eat anything that they find on the seafloor. Inside their mouth, got about 30 rows of teeth, which are all fused into like a crushing plate that they use to mash the food up. Razors are quite unusual for fish because they chew their food. Most of the fish just swallow it whole. Do you want another one, mate? നമുക്ക് മുകളിലേക്ക് വരാം. പുള്ളി ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണോ? പുള്ളി ഫുഡ് കൊടുത്തപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു ഇവര് ഫിഷസിനെ കുറിച്ചൊക്കെ. അവിടെ ഏറ്റവും പ്രായം കൂടിയ മീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുള്ളി. പിന്നെ ഫുഡ് എന്താ പറയുക, അഗ്രസീവായിട്ടുള്ള ഓരോ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടുത്തെ ചെടിയൊക്കെ ഉണ്ടോ? ഏരിയ ഫുൾ ഇങ്ങനെ കേട്ടോ. ഇവിടെ ഫിഷ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. കണ്ടോ? അയ്യാ, കുറേ ചെടികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. നമുക്ക് ഒത്തിരി സൗണ്ടിലൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇപ്പോഴും ആൾക്കാരെ വന്നുകൊണ്ടിരിക്കാം. നമുക്ക് ഇങ്ങനെ ചാർജായിട്ടൊന്നും സംസാരിച്ചുകൊണ്ട് എടുക്കാനില്ല. ഇവിടെ നിന്ന് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുകെട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലിവിടെ എല്ലാത്തിനും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ. ഇനി നമ്മളടുത്ത് നമ്മൾ പോകുന്നത് ചെറിയ മീനുകളുള്ള സ്ഥലത്തേക്കാണ്. നോക്കട്ടെ. അപ്പം നമ്മളിത് കണ്ടോ, ഇവിടെ കൊടുത്തേക്കണ യെല്ലോ ലാബ്, വൈറ്റ് ടോപ്പ്, അബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് മീനുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തേക്കണേ. ഇത് സിലോപ്പിയുടെ ഒരു ഇതാട്ടോ, വേറൊരു വിഭാഗത്തിൽ വരുന്നതെന്നൊക്കെയാണ് അവർ കൊടുത്തേക്കണേ. നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് ഐറ്റം. ഓ, ഇത് നമ്മൾ ആദ്യം കണ്ട വ്യൂ ആട്ടോ. നമ്മൾ താഴേന്ന് കാണുന്ന ആദ്യം കയറി വരുന്ന കണ്ട ഏറ്റവും വലിയ ഇതില്ലേ അക്വേറിയം സെറ്റ് ചെയ്തേക്കണേ, അതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ ആട്ടോ. അത് മുകളിൽ നിന്ന് കുറേ ആൾക്കാരെ കാണാൻ വന്നിട്ടുണ്ടേ. കണ്ടോ? ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പിള്ളേർക്കൊക്കെ കയറിങ്ങനെ നിൽക്കട്ടോ. നമുക്കും കയറാൻ പറ്റും. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു അടിപൊളിയായിരുന്നു. ഒരു കൊച്ചുമീരൊക്കെ ഉണ്ട്. നൈസ്. നമുക്ക് കടലിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന പോലെ ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഈ സൈഡിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കാണാം, വ്യൂ ഉണ്ട്. കടൽക്കുതിര അതെ, അതിൻ്റെ ചിറക് ഇത് ചെയ്യുന്നുണ്ട്. പൊളി. ഇതുണ്ടോ? എന്തല്ലേ വെട്ടിലല്ലേ ഇങ്ങനെ. കൊള്ളാം. നൈസ്. ഇതിനുള്ളിൽ അടുത്ത് പിരാന നോക്കുക. നട്ടറല്ലേ? അതെ, നട്ടറി. ചെറുതാട്ടോ, വലുതൊന്നുമല്ല. പക്ഷെ നല്ല കളർഫുള്ളാണ്. ഇതിന് നമ്മുടെ അതിനാണ് ഇച്ചിരി റെഡ്നെസ് കൂടുതലുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. കണ്ട, ഇത് നമ്മുടെ നാട്ടിലുള്ള മീനാണ്, നട്ടർ. ഇതിൻ്റെ പല്ലൊക്കെ ഭയങ്കര ഹെവിയാണ്. ഫ്രഷ് വാട്ടർ ഫിഷ് ആട്ടോ ഇവർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കില്ലിങ് കാറ്റ് ആൻഡ് ഹ്യൂമൻസിനൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള ഫിഷ് കേട്ടോ. നമ്മൾ നമ്മുടെ ആദ്യം കണ്ട മറ്റേ അക്വേറിയം ഏറ്റവും വലുതാണ്, അതിൻ്റെ മുകളിലപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ചുറ്റുമാട്ടോ നമ്മൾ സെറ്റ് ചെയ്താണ് ഇതിങ്ങനെ. കണ്ടോ,
ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ മൊത്തം ഫ്രോഗ്സ് ആട്ടോ, നമുക്ക് നോക്കാം. ഫ്രോഗുകൾ പല ടൈപ്പുണ്ട്, പേരൊന്നും. ഇതിന് ചില്ലിലിട്ട് വെച്ചേക്കുക, ചില്ലിലിട്ട് വെച്ചേക്കുക. കണ്ടുപിടിക്കണം ഇങ്ങനെ എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണം. എവിടെയാണ്? ആ ഒരെണ്ണം തേരില്ല, ഒരു കുഞ്ഞിനെ കണ്ടോ? എവിടെയാ? There. Oh. What is that? Oh yeah, little frog underneath the log. കണ്ടോ? അനങ്ങി. കൊച്ചു നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. യെല്ലോ ഇവിടെയൊക്കെ ഉണ്ട്. മുളക് അടിപൊളി കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇവിടെ വലിയ മീനുകളാട്ടോ ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല വലിയ മീനുകളാണ്. നമ്മൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ് ഇങ്ങനെ. അങ്ങ് സൈഡിൽ നിന്ന് കയറി നമ്മൾ ഇപ്പുറത്തെ സൈഡ് വരെ എത്തി. ഇനി എക്സിറ്റ് നമ്മൾ ഈ സൈഡിൽ ആയിരിക്കും. മീൻ കാണിക്കണം. ഇവിടെ വലിയ മീനാണ് മൊത്തം. കണ്ടോ എങ്ങനെയുണ്ട്? എനിക്ക് കണ്ടോ ആ മീനിൻ്റെ ഒരു വലിപ്പം കാണുന്നുണ്ടോ? കണ്ടോ? ഇവിടുത്തെ വെള്ളത്തിന് തെളിച്ചം കുറവല്ലേ? തീറ്റ കൊടുക്കാൻ പോവാ. ഫീഡിങ് ടൈമാണ് കേട്ടോ. മീനൊക്കെ ഈ സൈഡിലേക്ക് വന്നാണോ? മധ്യ മീൻ രക്ഷയില്ല. I am going to keep the talk fairly brief today, just where obviously it's really, really hot out here especially, so I'll keep it fairly brief so everyone gets as much information in a short space of time as possible. But I will be finishing off the feeding towards the end of the talk as well, so if you did want to watch everyone being fed, feel free to stick around. I'll ask that we're going to be feeding. So there's some pellets, there's also some tomatoes and some apple in here. Rounded black fish that are all swimming towards the front. So these are called pacu. We have two different species of pacu. There's one particular one who's quite a bit bigger than the rest. He's called Percy. Percy is a black pacu. So that species generally gets a little bit bigger, reaching just over a metre long. Whereas all the other ones are called red belly pacu. So they generally top out about 70 centimetres. So around about a ruler length shorter. But also, you might be wondering why they're called red belly pacu, because they don't have any red bellies at the moment. But when they're young, they're sort of a nice silvery colour, and then they've got a bright red belly. So very similar in terms of coloration to a red belly piranha, like you would have seen upstairs. And that's because they're fairly close relatives. So you should have already seen them if you're sort of towards the front. They're generally by the windows at the moment. They're what we call station trains, so they'll come towards the windows, generally on the first three from where I'm stood. And this is basically where their dinner plate is. So they'll come up and down the window or just stay at the bottom of the window. And that way I can hopefully very easily use these grabbers to get to the bottom of the feed. So that's why the pacu are very sort of good at stealing it off of them. നീമോ മീനുകളുണ്ടോ? കണ്ടോ? അടിപൊളി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീമോസ് സീന ഇത് നിമോ ഉണ്ടല്ലോ. നിമോ വേറെ പോകണല്ലോ സെറ്റപ്പ് അല്ലേ? കണ്ടോ? ഇത് കൊള്ളാല്ലേ? ഇതുണ്ടോ ഈ ഓറഞ്ച്? പറക്കുക. ഇത് ചുണ്ട് കണ്ടോ?
ഇവനാണ് ഈല്. What is that fish? It's a fish that you kept talking about. Huh? Fish. ശരിക്കും സ്പീഡ് ബോർഡൊക്കെ വേണമല്ലേ? ചിരിക്കുക. ശരിക്കൊരാളുടെ പീസ് പോലെ ഉണ്ട്. അതന്നെ കളിക്കാൻ നിങ്ങൾ പേടിയുണ്ട്.